ഒരു ആയത്തുകൾ മാത്രമല്ല, ഓരോ അക്ഷരങ്ങൾക്കും അദ്ദേഹം പ്രത്യേകമായി മഅനകൾ, അർത്ഥങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത്രത്തോളം പരിശുദ്ധമായ ഖുർആൻ ആഴത്തിൽ വളരെ ഡീപ്പായി പഠിച്ച മഹാനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, വിശുദ്ധ ഖുർആനിലെ മുഴുവൻ ആയത്തുകളും ഞാൻ എടുത്തു പരിശോധിച്ചു നോക്കി. അതിൽ 3 ആയത്തുകൾ, അതിലെ ആശയങ്ങൾ, ആദ്യത്തെ ആശയവും രണ്ടാമത്തെ ആശയവും അഭേദ്യമാകുന്ന ബന്ധങ്ങളാണ്. അഥവാ ഒന്നാമത്തെ ആശയം അത് ഉൾക്കൊള്ളുക മാത്രം ചെയ്താൽ ആ ആയത്തിലെ പരാമർശിക്കപ്പെട്ടതാകുന്ന ആശയങ്ങൾ കൊണ്ട് പരിപൂർണമായ അർത്ഥത്തിലേക്ക് എത്തുകയില്ല. അങ്ങനത്തെ 3 ആയത്തുകൾ അദ്ദേഹം വ്യക്തമായ രീതിയിൽ ലോക മുസ്ലിമീങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടി മഹാനവറുകൾ എടുത്തു ധരിക്കുകയാണ്. അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞത് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ. അല്ലാഹുവിനെ വഴിപ്പെടണേ, അവന്റെ റസൂലാകുന്ന മുത്തുനബിയെയും നിങ്ങൾ വഴിപ്പെടണേ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, വിശുദ്ധ ഖുർആനിലെ കൽപ്പനയാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ വഴിപ്പെടേണ്ടത് അല്ലാഹുവിനെയാണ്. ആദ്യത്തെ ആശയം. അതേ ആയത്തിൽ തന്നെ രണ്ടാമത്തെ ആശയം പറയുന്നു, അത്തിഉർ റസൂൽ, റസൂലിനെയും നിങ്ങൾ വഴിപ്പെടണം. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ അതാഅല്ലാഹ വലം യുതിഅർ റസൂൽ. ആരൊരുവൻ അല്ലാഹുവിനെ വഴിപ്പെട്ടു പക്ഷേ റസൂലുള്ളാഹിയെ അവൻ അനുസരിച്ചില്ല, അള്ളാഹുവിന്റെ കൽപ്പനകളെ ഏറ്റെടുക്കുകയും പ്രവാചകന് വഴിപ്പെടാതെ ഒരു മനുഷ്യൻ മാറി നിൽക്കുകയും ചെയ്താൽ, റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ നിഷേധിച്ചുകൊണ്ട് ഒരു വ്യക്തി അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ, ലം തുഖബൽ മിൻഹു ഇതാഅതുഹു ലില്ലാഹ്, അല്ലാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അള്ളാഹുവിനെ വഴിപ്പെട്ടു, പക്ഷേ അതേ ആയത്തിൽ തന്നെ റസൂലുള്ളാഹിയും വഴിപ്പെടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു. ഒരു വ്യക്തി അള്ളാഹുവിനെ വഴിപ്പെട്ടു, ഒരു സഹോദരൻ റബ്ബിനെ അനുസരിച്ചു, അള്ളാഹുവിന്റെ റസൂലാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റാതെ പ്രവാചകൻ അനുസരിക്കാതെയാണ് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിൽ, ലം തുഖ്ബൽ മിൻഹു ഇതാഅതുഹു ലില്ലാഹ്, റബ്ബിനോടുള്ള അനുസരണ കൂടി അള്ളാഹു സ്വീകരിക്കില്ല. ആരാ ഇത് പറയുന്നത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ വെച്ച് അവരുടെ നേതൃപടവും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ ആയത്ത് അദ്ദേഹം വിണ്ടുപോകുകയാണ്, അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്, അഖീമുസ് സ്വലാത്ത വആതുസ് സകാത്ത്. അല്ലയോ മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ. വആതുസ് സകാത്ത്, നിങ്ങൾ നമസ്കരിച്ചാൽ മാത്രം പോരാ, സകാത്ത് കൊടുക്കുകയും ചെയ്യണേ. നിങ്ങളുടെ സമ്പത്തിന്റെ സകാത്ത് നിങ്ങൾ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. 2 വിഷയങ്ങളാണ് ഒരു ആയത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്. നമസ്കാരം ആദ്യം പറഞ്ഞു, ശേഷം സക്കാത്തിനെ പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമൻ അഖാമ സ്വലാത്ത വലം യുഅതി സകാത്ത് ലം തുഖബൽ മിൻഹു സ്വലാത്തുഹു ലില്ലാഹ്.
ആരൊരുവൻ നമസ്കാരം മാത്രം നിലനിർത്തുകയും സകാത്ത് കൊടുക്കാതെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടോ, പരിശുദ്ധമാക്കപ്പെട്ട ഫിത്ർ സകാത്ത് മാത്രമല്ല ഈ പറയുന്നത്, ഫിത്ർ സകാത്ത് സർവ്വ മുഅ്മിനീങ്ങളും കൊടുക്കുന്നവരാണ്. അത് മാത്രമല്ല കുമ്മനം ഉസ്താദ് പറയുന്നത്, ഹബീബായ നബി തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, അഖീമുസ്സലാഹ് വആതുസ് സകാത്ത്. നിങ്ങൾ 5 വഖത്ത് നമസ്കാരം ഹബീബായ നബി തങ്ങൾ നമ്മുടെ കയ്യിലേക്ക് നൽകിയതാകുന്ന നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ. വആതുസ് സകാത്ത്, നമസ്കാരം മാത്രം പോരാ, സകാത്ത് കൂടി കൊടുക്കണേ. അവന്റെ സമ്പത്തിന്റെ സകാത്ത്, അവന്റെ കറൻസിയുടെ സകാത്ത്, അവന്റെ ശരീരത്തിന്റെ സകാത്ത്, അവന്റെ കച്ചവടത്തിന്റെ സകാത്ത്, അതെല്ലാം തന്നെ ശ്രദ്ധിക്കണേ. വആതുസ് സകാത്ത്. ഇന്ന് മുഅ്മിനീങ്ങൾ അധികം ആളുകളും നമസ്കരിക്കുന്നവരാണ്, 80% നമസ്കാരക്കാരാണ്. പക്ഷേ സകാത്ത് അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഫമൻ അഖാമസ്സലാത്ത് വലം യുഅതി സകാത്ത്. ആരൊരുവൻ നമസ്കാരം മാത്രം നിലനിർത്തുകയും പിലാങ്കട്ട ബദർ പള്ളിയിൽ നിന്ന് അവന്റെ കർണപുടത്തിലേക്ക് ബാങ്കുലി കൊള്ളുമ്പോ ആ സുന്ദരമാകുന്ന ബാങ്കുലി കേട്ടുകൊണ്ട് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്ന സഹോദരനാണ്. ബാങ്ക് വിളിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ഒന്നുവെടുത്തുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ കയറി നഗ്നമാകുന്ന ശരീരഭാഗങ്ങൾ മറച്ചുകൊണ്ട് നമസ്കരിക്കുന്നതായ ഉമ്മയാ. പക്ഷേ ലം യുഅതി സകാത്ത്, അവർക്ക് നിർബന്ധമായ സകാത്ത് അവർ കൊടുത്തു വീട്ടുന്നില്ല എങ്കിൽ ലം തുഖബൽ മിൻഹു സ്വലാത്തുഹു ലില്ലാഹ്. പരിശുദ്ധ ഖുർആൻ പഠിച്ച ആ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വെച്ച് ഏറ്റവും വലിയ വ്യക്തിത്വമായ നേതൃപടവും അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ടതായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവന്റെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ലത്രേ. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ സകാത്ത് കൃത്യമായിട്ട് കൊടുക്കുന്നില്ല എങ്കിൽ അവന്റെ നമസ്കാരം കൂടി അല്ലാഹു സ്വീകരിക്കില്ല. 2 ആയത്ത് ഓതി. ഒന്ന് അള്ളാഹുവിന് വഴിപ്പെടുന്നു, റസൂലിനെ വഴിപ്പെടുന്നു. റസൂലുള്ളാഹിയെ വഴിപ്പെടാൻ പറഞ്ഞു, അള്ളാഹുവിന് വഴിപ്പെടാൻ പറഞ്ഞു. അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ടു, റസൂലുള്ളാഹിയെ വഴിപ്പെട്ടില്ല. അങ്ങനത്തെ ഒരുത്തന്റെ വഴിപ്പെടൽ അഥവാ അള്ളാഹുവിനോടുള്ള വഴിപ്പെടൽ കൂടി അള്ളാഹു സ്വീകരിക്കില്ല. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രണ്ടാമതായി ഓർമ്മപ്പെടുത്തുന്നത്, ഫമൻ അഖാമ സ്വലാത്ത വലം യുതി സകാത്ത്. നമസ്കരിക്കാനും പറഞ്ഞു, സകാത്ത് കൊടുക്കാനും പറഞ്ഞു. പക്ഷേ നമസ്കരിച്ചു, സകാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അവനിൽ നിന്ന് നമസ്കാരം കൂടി അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു നമ്മുടെ നമസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അതിനെന്ത് വേണം? സകാത്ത് കൂടി കൊടുക്കണം. അള്ളാഹു നമ്മുടെ വഴിപ്പെടൽ, റബ്ബിനോടുള്ള വഴിപ്പെടൽ സ്വീകരിക്കുമാവട്ടെ. അതിനെന്ത് വേണം? റസൂലുള്ളാഹിയെ കൂടി അംഗീകരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഈ 2 ആയത്തിന് ശേഷം 3-ാമത്തെ ആയത്ത് ഓതുക. അതാണ് നമ്മുടെ വിഷയം. ഈ 2 ആയത്തുകളും ആദ്യത്തെ ആശയങ്ങൾ 2-ാമത്തെ ആശയത്തോട് വല്ലാത്ത ബന്ധം. ഒന്ന് മാത്രം ചെയ്തു, രണ്ടാമത്തത് ചെയ്തില്ല എങ്കിൽ അവനെ സ്വീകരിക്കില്ല. എന്നിട്ട് മഹാനവറുകൾ 3-ാമത്തെ ആയത്ത് ഓതുക. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها